സാറേ, വർഷങ്ങളായി ഞാൻ എഴുത്തു തുടങ്ങട്ടെ. പക്ഷേ ഈ കഥയുടെ ക്ലൈമാക്സ് എത്ര എഴുതിയിട്ട് എനിക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല. താൻ എഴുതിയത് വരെ മുഴുവൻ ഞാൻ വായിച്ചു. ഓക്കെ ആണല്ലോ അജ്മൽ. അവസാന ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യായിരുന്നില്ലേ? നമുക്ക് ഈ പ്രൊജക്റ്റ് പെട്ടെന്ന് തന്നെ ഓണാക്കായിരുന്നു. അതായത് സാർ, തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കഥാനായകൻ അർജുൻ, ഈ അർജുൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു സംഭവമായിരുന്നു താനുമായി വിവാഹമുറപ്പിച്ച പെൺകുട്ടിയുടെ ദുരൂഹ സാഹചര്യത്തിലുണ്ടായ മരണം. ഈ ഒരു സംഭവം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ക്ലൈമാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി തനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകുമോ എന്ന ടെൻഷനിലും മാനസിക പിരിമുറുക്കവും ഉള്ളിലൊതുക്കി അമ്പലത്തിൻ്റെ ആൽത്തറയുടെ ചുവട്ടിലിരിക്കുന്ന അർജുൻ്റെ അടുത്തേക്ക് അർജുനെ ഒരുപാട് നാളായി അഗാധമായി പ്രണയിക്കുന്ന നമ്മുടെ കഥാനായിക കീർത്തി കടന്നു വരികയാണ്. കീർത്തി അർജുനെ പ്രണയിക്കുന്ന കാര്യം അർജുൻ അറിയില്ല. ഈ പ്രണയം കീർത്തി അർജുനോട് പറയുന്ന ഡയലോഗ്സിലാണ് സാർ ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. ഡയലോഗ്സ് ഇല്ലാത്തൊരു ക്ലൈമാക്സിനെ പറ്റി നമുക്കൊന്ന് ആലോചിച്ചാലോ? ഇത്രയും നല്ലൊരു കഥയുടെ ക്ലൈമാക്സ് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ എങ്ങനെയാണ് സാർ? അജ്മലേ, 38 വർഷം മുന്നേ ഇറങ്ങിയപ്പോൾ അധികമാരും ശ്രദ്ധിക്കാതെ പോയ, എന്നാൽ പിൽക്കാലത്ത് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മലയാള സിനിമയുണ്ട്. അറിയോ തനിക്ക്? എനിക്ക് മനസ്സിലായില്ല സാർ. അതിലെ കുറച്ച് കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവും. ജയകൃഷ്ണൻ, ക്ലാര, രാധ. അജ്മലേ, നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? തൂവാനത്തുമ്പികൾ, വൺ ഓഫ് ദി എവർഗ്രീൻ ഹിറ്റ്. പത്മരാജൻ മാജിക്ക്, ജോൺസൺ മാഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളി. സാറേ, എനിക്കതിലുള്ള ഓരോ ഡയലോഗും സീനുകളും ഇപ്പോഴും കാണാപ്പാടാ. അല്ല, സാറെന്താ ഉദ്ദേശിക്കുന്നത്? പത്മരാജൻ സാറിൻ്റെ കഥയിലെ ക്ലൈമാക്സ് ജോൺസൺ മാഷ് ഒരു BGM തീർത്തെങ്കിലേ തനിക്കെന്തുകൊണ്ടായിക്കൂടാ?